മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകൻ ആക്കും. അപ്പൊ ഇന്ന് അധികം എന്ന് പറഞ്ഞാൽ കുറവല്ല, കുറച്ചു കളയുമല്ല, അധികം, ഒരു വർധനവ്, പറഞ്ഞൊരു വർധനവ്. ഒരു വർധനവിന് വേണ്ടി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർ, ഇന്ന് പകൽ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഈ മെസ്സേജ് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ഞാനൊരു വലിയ വിഷയത്തിലേക്കാണ് വരുന്നതെന്ന് എനിക്കറിയാം. അല്പത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നതിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അധികത്തിൽ, അധിക കാര്യങ്ങളിൽ ഞാൻ നിന്നെ വിചാരകനാക്കി മാറ്റും. നിങ്ങളിൽ എത്ര പേർ പറയുന്നു, എനിക്ക് കർത്താവിന് വേണ്ടി അധിക കാര്യങ്ങൾ ചെയ്യണം, ഇപ്പോഴുള്ളതിനേക്കാൾ അധികം എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം, ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു അധികം അഭിഷേകം എനിക്ക് വേണം, ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു വർധനവ്, ഒറ്റ വാക്കിൽ പറയാം, ഇപ്പോഴുള്ളതിനേക്കാൾ എല്ലാ നന്മകളിലും എനിക്കൊരു വർധനവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഒരു വർധനവ് ആഗ്രഹിക്കുന്നവരോട് വർധനവിന്റെ ദൈവം പറയുന്നു, നീ വിശ്വസ്തനായിരിക്കുക. വാസ്തവത്തിൽ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളത് വിശ്വസ്തന്മാരെയാണ്, ദൈവം ഉപയോഗിച്ചിട്ടുള്ളത് വിശ്വസ്തന്മാരെയാണ്. എന്നാൽ അവർ അവിശ്വസ്തത കാണിച്ചപ്പോഴും ദൈവം വിശ്വസ്തനായി അവരുടെ കൂടെ ഇരുന്നു. ഓർക്കുക, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായവനാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളും വിശ്വസ്തരായിരിക്കണം. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു ഈ പറഞ്ഞ വാക്യത്തിന്റെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ബൈബിളിൽ വിശ്വസ്തരായിരുന്ന അനുഗ്രഹം പ്രാപിച്ച 3 വ്യക്തികളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുകയാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു വലിയ വിടുതൽ നിങ്ങളിൽ സംഭവിക്കും. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഒന്നാമത് ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തനായിരുന്ന, അനുഗ്രഹം പ്രാപിച്ച, മാനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ജോസഫ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്ന ജോസഫ് എന്ന ചെറുപ്പക്കാരൻ ചരിത്രത്തെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്ന നിലയിൽ, കുടുംബക്കാർക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്ത നിലയിൽ, നാട്ടുകാരും കൂട്ടുകാരും പോലും അമ്പരന്ന് നോക്കത്തക്ക നിലയിൽ ഒരു അനുഗ്രഹ പാത്രമായി ജോസഫ് മാറി. ഇന്ന് പകലിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ദൈവമക്കളോട് സ്നേഹത്തോടെ പറയട്ടെ, എത്ര വലിയ സാധാരണക്കാരനെയും അസാധാരണ വ്യക്തിത്വത്തിനുടമയാക്കുന്ന വ്യക്തിത്വമാണ് ദൈവം എന്ന വിശ്വസ്തൻ. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം എല്ലാവരും എടുക്കണം. ബൈബിൾ വായിക്കുന്ന ഒത്തിരി നല്ലതാ. വായിച്ചിട്ടില്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. 39-ാം അധ്യായം 5 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇച്ചിരി കൂടുതൽ വാക്യങ്ങളുണ്ട്. ബൈബിൾ ഒരു പക്ഷേ ഇതിനു മുമ്പ് ആ അധ്യായം വായിച്ചിട്ടില്ലാത്തവർ ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. അല്ലാത്തവർ വേഗത്തിൽ ഓടിച്ച് വായിച്ചെന്നെ നോക്കണം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം, ചാപ്റ്റർ 39, ജെനസിസ്, വേഴ്സസ് 5 to 22, 5 മുതൽ 22 വരെ വായിക്കാം. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രയീമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. എല്ലാവരും എന്നെ നോക്കാം. ജോസഫ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ മിസ്രയീം എന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ അധികാരിയാക്കി മാറ്റി. നോക്കുക, നിങ്ങൾ ഈ വാക്ക് എന്നെ ശ്രദ്ധിക്കണം. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. പാസ്റ്റർ, ആ വേർഡ് മാത്രം ഒന്നുകൂടെ വായിക്കാം. യഹോവ യോസേഫിന്റെ നിമിത്തം. നോക്കിയേ, ഒരു വ്യക്തി നിമിത്തം, ജോസഫ് എന്ന ഒരു മനുഷ്യൻ നിമിത്തം മിസ്രയീമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. ഈജിപ്റ്റ് എന്ന് പറയുന്ന
ഒരു ദേശം, ഒരു രാജ്യം, ഒരു പട്ടണം അനുഗ്രഹിക്കപ്പെട്ടു. യഹോവ ജോസഫ് നിമിത്തം മിസ്രൈമിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. ഒന്നാമത്തെ വിഷയം ഇതാണ്: ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തനായിരിക്കുന്ന, ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ ആ പട്ടണം അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഇരിക്കുന്ന ചില ദൈവമക്കൾക്ക് ഇന്ന് പകൽ പറയാൻ കഴിയും: എന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നോ, എന്ന് ഞാൻ കർത്താവിനെ അറിഞ്ഞോ, എന്ന് ഞാൻ അവന്റെ മുൻപാകെ വിശ്വസ്തനായി നിൽക്കാൻ തുടങ്ങിയോ, അതിനുശേഷമായി എന്റെ ഭവനം ഒരു അനുഗ്രഹം കണ്ടെന്ന് പറയാൻ കഴിയുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ജോസഫ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു. എത്ര പേർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെന്ന്? വിശ്വസ്തനായ ഒരു പാസ്റ്റർ അവിടെ വരുമ്പോഴല്ല നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നത്, ആ ഭവനത്തിൽ പാർക്കുന്ന നിങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. വിശ്വസ്തനായ ഒരു വ്യക്തി നിങ്ങളുടെ ദേശത്ത് വരുമ്പോഴല്ല നിങ്ങളുടെ ദേശത്തിന്റെ സ്ഥിതി മാറുന്നത്, ആ ദേശത്ത് പാർക്കുന്ന നീ വിശ്വസ്തനായി മാറുമ്പോഴാണ്. യഹോവ ജോസഫ് നിമിത്തം മിസ്രൈമിന്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. എന്റെ വീട്ടിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം, എന്റെ തലമുറയിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്നാഗ്രഹിക്കാത്ത ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതിനകത്തില്ല. വാസ്തവമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഇത് കാണുന്നതെങ്കിലും ഈ 2013 ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം 2000 ഇങ്ങനൊരു സംഭവം എൻ്റെ വീട്ടിലും സംഭവിച്ചു. എന്ന് ഞാൻ വിശ്വാസത്തിൽ വന്നോ, എന്ന് ഞാൻ വിശ്വസ്തനായി നിൽക്കാൻ തുടങ്ങിയോ, എന്ന് പാരമ്പര്യത്തെയൊക്കെ വിട്ട് വചന സത്യത്തിന് വേണ്ടി വിശ്വസ്തത നിൽക്കാൻ തുടങ്ങിയോ, ആമേൻ ആമേൻ, ഞാൻ നിമിത്തം എൻ്റെ ഭവനത്തെ, ഞാൻ പാർക്കുന്ന കൊട്ടാരക്കര എന്ന ദേശത്തെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ആമേൻ. നിങ്ങൾ വിശ്വസ്തരായി നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് നിൽക്കുമ്പോൾ, ഇനി നിങ്ങൾ കേട്ടെ, ജോസഫ് ഫെയ്ത്ത്ഫുൾ ആയതുകൊണ്ട് ജോസഫിന് പ്രതികൂലം ഇല്ലായിരുന്നോ? ജോസഫിനെ പോലെ പ്രതികൂലം അനുഭവിച്ചവരാരുണ്ട്? ജോസഫ് വിശ്വസ്തനായി നിന്നതുകൊണ്ട് അനുഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, വിശ്വസ്തയോടെ നിൽക്കുന്നവർക്കാണ് പ്രതികൂലം കൂടുതൽ. പക്ഷേ ആ പ്രതികൂലത്തെ മറികടന്നു വരുന്ന ഒരു അനുഗ്രഹം. ഓ ജീസസ്, ഹല്ലേലൂയ. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫെയ്ത്ത്ഫുൾ ആയി നിൽക്കുമ്പോൾ, വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ആമേൻ, പ്രതിസന്ധികൾ ധാരാളമുണ്ട്. മോശ വിശ്വസ്തനല്ലായിരുന്നോ? ഞാൻ വരുന്നു ആ വിഷയത്തിലേക്ക്. 3 പേരെ എനിക്ക് എടുത്ത് പറയാനുള്ളത്. 1 ജോസഫ്, 2 മോശ, 3 അബ്രഹാം, 4മതൊരു വിശ്വസ്തനും കൂടെ ഉണ്ട്. അത് ഞാൻ ആരാധിക്കുന്ന ദൈവപുത്രനായ യേശുവാ. മോശ തന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന പോലെ യേശു വിശ്വസ്തനായിരുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ 4 വിശ്വസ്തന്മാരെയും ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുക. ഹല്ലേലൂയ. നോക്കിയേ, ജോസഫിന്റെ ലൈഫിലേക്ക് വന്നേ. നോക്കിയേ, ജോസഫ് നിമിത്തം വീടിനെ ദൈവം അനുഗ്രഹിച്ചു. താഴേക്ക് വരാൻ പാസ്റ്റർ. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും, വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു സകലത്തിന്മേലും ഒരു അനുഗ്രഹം? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. സകലത്തിന്റെ മേലൊരു ബ്ലെസ്സിങ്. വീട്ടിലും വയലിലും എന്ന് പറഞ്ഞാൽ ഭവനം, അവൻ പാർക്കുന്ന സ്ഥലം. 2, അവൻ പാർക്കുന്ന പട്ടണം. വയലെന്ന് പറഞ്ഞാൽ അവന്റെ ഭൗതിക നന്മയാ കാണിക്കുന്നേ. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, എന്റെ ദൈവം ആത്മീയമായി മാത്രം അനുഗ്രഹിക്കുന്നവനല്ല, അവൻ ഭൗതികമായും അനുഗ്രഹിക്കുന്ന ദൈവമാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭൗതിക അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട എൻ്റെ പാസ്റ്റേ. എൻ്റെ മോനെ അങ്ങനെ പറയരുത്, ചിന്തിക്കുക പോലും ചെയ്യരുത്. പൈസ കയ്യിലില്ലാതിരിക്കുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിൽ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്.
എനിക്ക് ഈ ഭൗതിക അനുഗ്രഹത്തിലൊന്നും താല്പര്യമില്ല. പെരുമഴ പെയ്യുമ്പം ഒരു നല്ല വണ്ടി ഇല്ലെങ്കിൽ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് മാറ്റി, നീയായിട്ട് എന്തിനാ നിന്റെ അനുഗ്രഹത്തെ തടയുന്നേ? ഇന്ന് പകൽ വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ, വിളിച്ചു പറ, സകലത്തിന്റെ മേലും ഒരു അനുഗ്രഹം. ശബ്ദമുയർത്തി പറ, എന്റെ തലമുറയുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ, എന്റെ ബിസിനസിന്റെ മേൽ, ഓ മൈ ഗോഡ്, എന്റെ ആരോഗ്യത്തിന്റെ മേൽ, സകലത്തിന്റെ മേലും ഒരു അനുഗ്രഹം. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, വയലിലും വീട്ടിലും സകലത്തിലും ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഇവിടെ എടുക്കുമ്പോൾ ഒരു സത്യം കൂടെ പറയാം. ഇതൊരു വെളിപ്പാടാണ്. പലരെയും മറികടന്നു വരുന്ന ഒരു അനുഗ്രഹം എന്ന് ഞാൻ പ്രസ്താവിച്ചു. യാക്കോബിന് ഒരുപാട് മക്കളുണ്ടായിരുന്നു. പലതിനെയും മറികടന്ന് ജോസഫിന്റെ മേലെ അനുഗ്രഹം വന്നു. ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ പറയാം, ഒരുപാട് മക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ തമ്പുരാൻ പറയുന്നത് ആത്മാർത്ഥതയോടെ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ പലതിനെയും മറികടന്ന ഒരു അനുഗ്രഹം നിന്റെ മേൽ വരും. വിടുതലിന്റെ ശുശ്രൂഷകൾ നമ്മുടെ സഭയിൽ നടക്കുമ്പം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് എനിക്ക് തന്ന നിയോഗം അനുസരിച്ച് ഞാൻ പൊട്ടനെ പോലെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് കുഞ്ഞുങ്ങളെ തരാൻ പോവാ. ദൈവം നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തരും. പരസ്യമായിട്ട് വിളിച്ചു, നിങ്ങളുടെ ആൺകുഞ്ഞിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. ഇത്രയും പേര് മുമ്പിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 8-10 പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. നോക്കി, 10-60 പേര് വന്ന് നിന്നിട്ട് 10 പേരെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേ. കാരണം ചിലരോട് ഇത് പറഞ്ഞപ്പം ബാക്കി 50 എണ്ണത്തിനും അത് ഏറ്റെടുക്കാൻ പറ്റിയില്ല. ആ അനുഗ്രഹം അവരെ മറികടന്ന് ഈ 10ന്റെ മേളിലോട്ട് വന്നു. അടുത്ത വാക്യം, അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. തനിക്കുള്ളതൊക്കെയും ജോസഫിന്റെ കയ്യിൽ. ഇനി ഞാൻ അത് ഒന്നുകൂടെ പറയാം. അവൻ വിശ്വസ്തനായിരുന്നുകൊണ്ട് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു, ദേശത്തെ അനുഗ്രഹിച്ചു, അവന്റെ ഭൗതിക നന്മയെ വയലിനെ അനുഗ്രഹിച്ചു. ഇതൊന്നും കൂടാതെ സകലത്തിലും ഒരു അനുഗ്രഹം അവൻ നിമിത്തം വന്നു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, അബ്രഹാമിന്റെ സന്തതികൾ അനുഗ്രഹത്തിന്റെ കീഴിലാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എന്റെ ദൈവമക്കളോട് പറയാം, എന്തെങ്കിലും ശാപത്തിന്റെ നിഴലുകളോ എന്തെങ്കിലും ശാപത്തിന്റെ അനുഭവങ്ങളോ ഒന്നിന് പുറകെ ഒന്നായി ഉണ്ടാകുന്ന പ്രതിസന്ധികളോ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയാം, യേശുവിന്റെ നാമത്തിൽ ആ ശാപത്തിന്റെ കെട്ട് അഴിയട്ടെ. ആ ദേശത്തിലെ അധികാരി വാക്യം വെച്ച് തനിക്കുള്ളതൊക്കെയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം നോക്കിയേ, ഒരു രാജ്യത്തിന്റെ ഭരണാധിപൻ അവിടുത്തെ സകല കാര്യങ്ങളെയും, അവിടുത്തെ എല്ലാ റൂമിന്റെ താക്കോലും സകല കാര്യങ്ങളെയും ജോസഫിനെ ഏൽപ്പിച്ചു. ആരുടെ മേലാണ് പലരെയും മറികടന്നൊരു അനുഗ്രഹം വരുന്നേ? അവിടെ ഒത്തിരി അധികാരികളുണ്ട്. ഒരുപാട് വർഷമായിട്ട് അവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് കൊല്ലമായിട്ട് മിസ്രൈമിലെ കൊട്ടാരത്തിൽ വന്നവരുണ്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരുപാട് കൊല്ലമായി മിസ്രൈമിലെ കൊട്ടാരം എന്ന സഭയ്ക്കകത്ത് നിൽക്കുന്ന ഒരുപാട് പുള്ളികളുണ്ട്. പക്ഷേ പലരെയും മറികടന്നൊരു അനുഗ്രഹം വരുന്നത് ഒരു വിശ്വസ്തന്റെ മേലിലാണ്. ഒരു വിശ്വസ്തന്റെ മേളിലാ വരുന്നേ. വിമർശിക്കുന്നവന്റെ മേളിലല്ല, സൈഡിൽ കൂടെ പണി തരുന്നവന്റെ മേളിലല്ല, കാല് വാരുന്നവന്റെ മേളിലല്ല, മുറിവേൽപ്പിക്കുന്നവന്റെ മേളിലല്ല, അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്റെ മേളിലല്ല. ആമേൻ, വിശ്വസ്തന്റെ മേൽ. നമുക്കൊരു മാറ്റം വേണം. എനിക്കൊരു മാറ്റം വേണം. എനിക്ക് കുറച്ചുകൂടെ വിശ്വസ്തനാകണം. എനിക്ക് കുറച്ചും കൂടെ ഫെയ്ത്ത്ഫുൾ ആകണം. എല്ലാ കാര്യത്തിലും എനിക്ക് കുറച്ചുകൂടെ വിശ്വസ്തനാകണം. കാരണം ഈ വാക്യത്തിൽ നിന്ന് എനിക്കൊരു കാര്യം പിടികിട്ടി, വിശ്വസ്തന്മാരെ ദൈവം ചിലത് ഏൽപ്പിക്കത്തുള്ളൂ. ബൈബിളിൽ അങ്ങനെ നിങ്ങളെ വിശ്വസ്തരെന്നെണ്ണി ഞാൻ നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നു. ശുശ്രൂഷയാണെങ്കിലും ഭൗതിക നന്മയാണെങ്കിലും കർത്താവ് ഏൽപ്പിക്കുന്ന നമ്മളെ പുറമേ
ആൾക്കാരെ സ്കാൻ ചെയ്യുന്ന പോലെ അല്ല ദൈവം സ്കാൻ ചെയ്യുന്ന കേട്ടോ. നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിങ്ങൾ അതെന്നാ ചെയ്യുമെന്നുള്ളത് കർത്താവിന് നേരത്തെ അറിയാം. ടിനു ജോർജിനെ എത്ര ഉയർത്തിയാലും ടിനു ജോർജ് നെകളിക്കത്തില്ല എന്ന് തമ്പുരാന് ബോധ്യം ഉണ്ടെങ്കിലേ ടിനു ജോർജിനെ ചിലത് ഏൽപ്പിക്കൂ. അല്ല, ഒരു സാധനം കയ്യിലോട്ട് തരുന്ന ഉടനെ തറയേറും മേളിലും അല്ലാതെ ഭയങ്കര അഹങ്കരിച്ച് നടന്നാൽ കർത്താവിന് പിടികിട്ടും, ഇനി ഇവനെ ഒന്നും ഏൽപ്പിക്കാൻ കൊള്ളില്ല. ഓ, കർത്താവ് ഉയർത്തും തോറും താഴ്ത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോസഫിനെ ആ വാക്കൊന്നൂടെ വായിച്ച പാസ്റ്റർ. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നോക്കിയേ, കർത്താവ് ഒരു ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിക്കണോ, നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. കർത്താവ് ഒരു സാമ്പത്തികം നിങ്ങളെ ഏൽപ്പിക്കണോ, നിങ്ങൾ അതിൽ വിശ്വസ്തരായിരിക്കുക. കർത്താവ് നോക്കും, ഈ ഓണത്തിന് ഇവന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഞാൻ കൊടുത്തു, ഇവൻ അതിലെത്ര ദശാംശം മാറ്റി, ഇവൻ അതിലെത്ര കാര്യങ്ങൾ ചെയ്തു. സ്തോത്രം. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തിൽ ഇവന്റെ കയ്യിൽ 20 ലക്ഷം രൂപ ഞാൻ കൊടുത്തു, ഇവൻ അതെന്ത് ചെയ്തു, ഇവൻ അതെനിക്ക് വേണ്ടി എന്തൊക്കെ ചിലവഴിച്ചു, ഇവൻ ആരെയൊക്കെ സഹായിച്ചു. കർത്താവ് ഇത് നോക്കും. കർത്താവ് അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, നീ അതിനകത്ത് കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ വഴി അടയ്ക്കും. പിന്നെ അടുത്ത വർഷം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, ദൈവമേൽപ്പിക്കുന്ന താലന്തുകൾ കുഴിച്ചിടാതെ അത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്താൽ, കർത്താവ് പറഞ്ഞൊരു വാക്കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയാം, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യും. ആ വാക്കൊന്നുകൂടെ കേട്ടോ, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തത് വാരുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞില്ലയോ? ഓ, വിതറാത്തത് വാരാൻ പറ്റുമോ? ആ, വാരാൻ പറ്റും ദൈവത്തിന്. വിതയ്ക്കാത്തത് കൊയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ട് ഞാൻ പറയാം, നീ കുഴിച്ചിട്ടില്ലാത്ത കിണറ്റിൽ നിന്ന് നിന്നെ കുടിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഓ മൈ ഗോഡ്, നീ അധ്വാനിക്കാത്ത പണം നിന്നെ ഏൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഓ മൈ ഗോഡ്. ഇനി കേട്ടോ, ഇദ്ദേഹത്തിന്റെ മേളിൽ വന്ന അനുഗ്രഹം വായിക്കാം താഴേക്ക്. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസെഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നത് കൊണ്ട്. ഇവിടെയാ ഏറ്റവും വിശ്വസ്തന്മാർക്ക് വരുന്ന വിഷയങ്ങൾ ഇതാണ്. ജോസഫ് സുന്ദരനായിരുന്നു, മനോഹര രൂപിയായിരുന്നു, കോമളനായിരുന്നു. വായിക്കാം. യജമാന്റെ ഭാര്യ യോസെഫിന്റെ മേൽ കണ്ണു പതിച്ചു. നിങ്ങൾ ഇതൊന്നും കേൾക്കാം. ഇതിപ്പോ നമ്മൾ വായിക്കുന്ന ഏത് പുസ്തകം? ഉൽപ്പത്തി പുസ്തകം. ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശയ്ക്ക് ലഭിച്ചത് എവിടെ വെച്ചാ? സീനായി പർവ്വതത്തിന്റെ മുകളിൽ വെച്ച. വ്യഭിചാരം ചെയ്യരുതെന്നും കുല ചെയ്യരുതെന്നും മോഷ്ടിക്കരുതെന്നുമുള്ള കൽപ്പനകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൈബിള്, ന്യായപ്രമാണം മോശയ്ക്ക് കിട്ടിയത് സീനായ് പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ്. അത് പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് എന്ത് കിട്ടിയിട്ടില്ല. നമ്മുടെ ന്യായപ്രമാണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ല. ബൈബിൾ എന്തോന്ന് തന്നെ മനസ്സിലായിട്ടില്ല, പിന്നെ ന്യായപ്രമാണം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ. അന്ന് ബൈബിള് കിട്ടിയിട്ടില്ല. എഴുതപ്പെട്ടതൊന്നും അത് ചെയ്യരുത്, അങ്ങനെ ആകരുത്, ഇങ്ങനെ ഇതൊന്നും അന്ന് കിട്ടിയിട്ടേയില്ല. അപ്പോ നമ്മൾ എന്താ വ്യഭിചാരം ചെയ്യാത്തതും പുകവലിക്കാത്തതും പാപം ചെയ്യാത്തതൊക്കെ, പലരും കള്ളം പറയാത്തതും ദേഷ്യപ്പെടാത്തതും ഒക്കെ എന്താ ബൈബിളിലുണ്ട്, അങ്ങനൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ അന്ന് എന്തില്ല? ബൈബിളില്ല, ന്യായപ്രമാണം കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ പാപബോധം, പാപം എന്താണ്, പാപം എന്തല്ല എന്നറിയാൻ പറ്റാത്തൊരു സമയം. ആ സമയത്താണ് ഈ കൊട്ടാരത്തിലെ സുന്ദരിയായ ഫറവോന്റെ ഭാര്യ, അല്ലേ, പൊത്തീഫറിന്റെ ഭാര്യ ആരെ ആഗ്രഹിച്ചു? ജോസഫിനെ ആഗ്രഹിച്ചു. കാരണം ജോസഫ് സുന്ദരനായിരുന്നു, മിടുക്കനായിരുന്നു, അവനെ ഇഷ്ടപ്പെട്ടു. ഉടനെ എന്നാ സംഭവിച്ചെന്ന് നോക്കി. അവൻ അതിന് സമ്മതിക്കാതെ. നോക്കിയേ, ജോസഫ്
അതിന് സമ്മതിച്ചില്ല. ഓ, വേണേ അവനത് ചെയ്യാം, എന്നിട്ട് നമ്മളെ പോലെ ന്യായം പറയാം. സിനിമ കാണരുതെന്ന് ബൈബിളിലുണ്ടോ? നമ്മൾ ചിലരടിക്കുന്ന അടി കണ്ടിട്ടില്ലേ? അതുപോലെ അവന് ന്യായം പറയാം. ഞാനിതൊന്നും അറിഞ്ഞില്ല, എനിക്കിതൊന്ന് നോക്കിയേ. അവൻ അതിന് സമ്മതിച്ചില്ല. അവിടെ ആരും അവനെ കാണാനില്ല. ജോസഫിന് അവിടെ പാപം ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് അവന് പറയാം, ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു, ഇതൊക്കെ തെറ്റാണോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ, നമ്മൾ അടിക്കുന്ന പോലെ. ഇപ്പോഴും ഈ 2013 1500 വേദോസം വീട്ടിൽ ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്നാ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. സ്തോത്രം. ഇതൊന്നും അന്നില്ലാതിരിക്കുമ്പോൾ ആ വാക്ക് എത്ര ശക്തമാണ്. അവൻ അതിന് സമ്മതിച്ചില്ല. പോയിന്റ് നമ്പർ 1, അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം, അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം, യെസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാനും, നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും പഠിച്ചാൽ ആമേൻ. സമ്മതിച്ചില്ല, പാപത്തിന് വിധേയപ്പെട്ടില്ല. അവനെ ടെംപ്റ്റേറ്റ് ചെയ്തിട്ടും അവനെ പ്രലോഭിപ്പിച്ചിട്ടും അവൻ സമ്മതിച്ചില്ല. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഇതൊക്കെ കർത്താവ് കാണുന്നില്ലേ? നിങ്ങൾക്ക് പാപം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടും നിങ്ങൾ അത് സമ്മതിക്കാതെ വിധേയപ്പെടാതെ അവിടുന്ന് ഇറങ്ങി ഓടിയെങ്കിൽ ആ ഓട്ടം അനുഗ്രഹത്തിലേക്കുള്ള ഒരു ഓട്ടം. ആ ഓട്ടം വിടുതലിലേക്കുള്ള ഒരു ഓട്ടമാ. ആ ഓട്ടം ശുശ്രൂഷയിലേക്കുള്ള ഒരു ഓട്ടമാ. ആ ഓട്ടം അഭിഷേകത്തിലേക്കുള്ള ഒരു ഓട്ടമാ. ആ ഓട്ടം നന്മയിലേക്കുള്ള ഓട്ടമാ. ഒന്നും കൂടെ കടത്തി പറയാം, അത് രാജ്യങ്ങളിലേക്കുള്ള ഓട്ടമാ. പക്ഷെ നീ അതിന് വിധേയപ്പെട്ടാൽ, നീ അതിന് സമ്മതിച്ചാൽ, ആ താൽക്കാലിക സുഖഭോഗം കൊണ്ട് അവിടം കൊണ്ട് നിന്റെ ലൈഫ് തീരുക. പക്ഷെ നീ അവിടുന്ന് ഇറങ്ങി ഓടിയാൽ ഇത് നിലയ്ക്കാത്ത ഒരു ഓട്ടമായി മാറുക. ഓ, കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ അതിന് സമ്മതിച്ചില്ല. ദൈവമക്കളെ, ആവശ്യമില്ലാത്തതൊന്നും വലിച്ച് തലേ കയറ്റരുത്. മനസ്സിനോട് ഹൃദയത്തോട് പറയണം, ആവശ്യമില്ലാത്ത ഫോൺ കോളുകൾ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആവശ്യമില്ലാത്തവരെ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. തെറ്റായിടത്തേക്ക് നോക്കാൻ എൻ്റെ കണ്ണെ ഞാൻ നിന്നെ സമ്മതിക്കില്ല. തെറ്റായത് കേൾക്കാൻ എൻ്റെ ചെവിയെ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ്, ഞാൻ വലിയ വിശ്വാസിയായി കൈയടിച്ച് വലിയ അന്യഭാഷ പറഞ്ഞിട്ട് ഞാൻ തന്നെ പാപം ചെയ്ത് എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ നിലയ്ക്ക് നിർത്തും. എൻ്റെ ശരീരത്തെ, എൻ്റെ അവയവത്തെ ഞാൻ നിലയ്ക്ക് നിർത്തും. സമ്മതിച്ചില്ല. ഇനി എന്നാ സംഭവിച്ചെന്ന് നോക്കി. യജമാന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല. പുള്ളി പറഞ്ഞ എന്നാന്നറിയോ? സിസ്റ്ററെ, എനിക്ക് വേണമെങ്കിൽ നിന്റെ കൂടെ കിടന്ന് പാവം ചെയ്യാം. കാരണം ഇവിടെ ഒന്നും എനിക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ CCTV ഒന്നും ഇരിപ്പില്ല. ഇതാരും അറിയത്തുമില്ല. പക്ഷേ എനിക്ക് ഉടമ്പടി ഉള്ളത്, എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത്, ഞാൻ വാക്ക് കൊടുത്തത് ബുദ്ധിപരനല്ല, നിനക്കല്ല. എനിക്ക് ഉടമ്പടി ഉള്ളത് നിന്നോടല്ല, എന്നെ ഇവിടം വരെ എത്തിച്ചൊരു ദൈവമുണ്ട്. ഓ മൈ ഗാഡ്, എന്നെ ഇവിടം വരെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽ സഭ അത് തിരിച്ചറിയട്ടെ, ജനമത് തിരിച്ചറിയട്ടെ, ആ പിന്നിൽ ഇരിക്കുന്നത് തിരിച്ചറിയട്ടെ. നിങ്ങൾ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല? അവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒന്നും അല്ലാതിരുന്ന എന്നെ, എല്ലാരിലും എഴുതത്തള്ളപ്പെട്ട എന്നെ ഇവിടം വരെ എത്തിച്ചൊരു ദൈവമുണ്ട്.
എന്നാ ജോസഫേ നീ എന്താ പറഞ്ഞേ വായിര? ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, ജോസഫേ നിന്നെ എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കും? വിശ്വസ്തനെ നിന്നെ എങ്ങനെ ദൈവം മാനിക്കാതിരിക്കും? ലോകം നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞാലും, നീ ചെയ്യാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും, ജോസഫേ നിന്നെ വ്യക്തമായി കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിഷ്കളങ്കത കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ വിമർശിച്ചവരെല്ലാം കാണുക നിനക്കൊരു ഉയർച്ച ഉണ്ടോ മോനെ? ഓ ഹല്ലേലൂയ, നിനക്കൊരു മാന്യതയുണ്ട്, നിനക്കൊരു മാന്യതയുണ്ട്. അവൾ ദിനം പ്രതി യോസേഫിനോട് പറഞ്ഞിട്ടും. നോക്കിയേ, വിശ്വസ്തൻ ഈ കൈ ഉയർത്തിരിക്കുന്ന എല്ലാവരും കേൾക്കണം. നിനക്ക് ഫൈറ്റിംഗ് വെള്ളിയാഴ്ചയല്ല, നിനക്ക് ഫൈറ്റിംഗ് ഉള്ളത് ചൊവ്വാഴ്ചയല്ല, എല്ലാ മാസത്തിന്റെ 1-ാം ഞായറാഴ്ചയല്ല. നിനക്ക് ദിനം പ്രതി ഫൈറ്റിംഗ് ഉണ്ട്. മൈ ഗോഡ്, നിന്നെ എവരിഡേ വീഴ്ത്താൻ ചിലത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിന്നെ എവരിഡേ ഉയർത്താൻ ശ്രമിക്കുന്ന ഒരു നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തി, നിന്നെ ദിനം പ്രതി വീഴ്ത്താൻ ശ്രമിക്കുന്ന ശക്തിയുടെ മേൽ നിനക്ക് ജയം തരുന്നതാ. എവരിഡേ അറ്റാക്കിംഗ് ഉണ്ട്. എവരിഡേ നിന്നെ ഇതിനകത്ത് വീഴ്ത്താൻ ശ്രമിക്കുന്ന ചിലത് നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ എവരിഡേ നന്മയും കരുണയും നിന്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. എവരിഡേ നല്ല ഇടയൻ നിന്റെ കൂടെ ഉണ്ട്. എവരിഡേ ദൈവത്തിന്റെ കൃപ എന്ന ബ്ലാങ്കറ്റിനകത്ത് അവൻ നിന്നെ പുതപ്പിച്ച് നിർത്തിയിരിക്കുക. ഓ ഹല്ലേലൂയ, കർത്താവിന്റെ കൃപ എന്ന ബ്ലാങ്കറ്റിന്റെ കീഴിലാണ് നിങ്ങൾ. ആ കൃപയുടെ പുതപ്പിൻ കീഴിൽ ഇരിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. Come on, church, read. അവൾ ദിനം പ്രതി യോസേഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിക്കുവാനോ അവളുടെ അരികെ ഇരിക്കുവാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം ദൈവത്തെ അനുസരിക്കുന്നവൻ പാപത്തെ അനുസരിക്കില്ല. ദൈവത്തെ അനുസരിക്കുന്നവൻ പിശാചിനെ അനുസരിക്കില്ല. ദൈവത്തെ അനുസരിക്കുന്നവൻ ലോകത്തെ അനുസരിക്കില്ല. അവൻ ഒരു യജമാനനെ ഉണ്ടാകത്തുള്ളൂ. Come on. ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. പുള്ളി അവിടെ എന്തോ ചെയ്യാൻ വീട്ടിനകത്ത് ചെന്നപ്പോ വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവിടെ ആരും ഇല്ലായിരുന്നു. അവൾ അവന്റെ വസ്ത്രം പിടിച്ചു. കുറെ നാള് കൊണ്ട് അവള് ശ്രമിക്കുകയാണ്. അവന്റെ വസ്ത്രത്തെ കയറി പിടിച്ചു. എന്നോട് ശയിക്കുക എന്ന് പറഞ്ഞു, നിർബന്ധിച്ചു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ഒരാള് വസ്ത്രത്തെ പിടിക്കുമ്പോഴേ ആ വസ്ത്രം പിടിച്ചവന്റെ കയ്യിൽ വരണമെങ്കിൽ ഈ വസ്ത്രം ഇട്ടിരിക്കുന്നവൻ എത്ര ശക്തി ഉപയോഗിച്ച് കാണും. നമ്മുടെ നാട്ടിലെ ഡ്രസ് അല്ലല്ലോ ഒറ്റ കുപ്പായം ഇട്ട് നിൽക്കുന്ന യഹൂദൻ അല്ലെങ്കിൽ മിസ്രൈമിലെ ആൾക്കാർ. കട്ടിയുള്ള തുണി ഉടുത്ത് നിൽക്കുന്നവൻ, അവന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വരണമെങ്കിൽ അവൻ എത്രത്തോളം ശക്തി ഉപയോഗിച്ച് അതിനെ തടഞ്ഞു കാണും. നീ ആരോഗ്യം കാണിക്കേണ്ടത് ഭാര്യയോടല്ല, നീ ആരോഗ്യം കാണിക്കേണ്ടത് നാട്ടുകാരോടും അപ്പനോടും പിള്ളേരോടും അല്ല. നിനക്ക് നിന്റെ തന്റെ ഇടം കാണേണ്ടത് പിശാചാ. നിന്റെ തന്റെ ഇടം കാണേണ്ടത് പിശാചാ. വായിക്കാം. അവൾ എന്നാ ചെയ്തേ? അവൻ വസ്ത്രം തന്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവൻ ഒരു എബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ എന്നോടുകൂടി ശയിക്കേണ്ടതിന് എന്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്ക നിലവിളിച്ചു. ഞാൻ ഉറക്ക നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. കഥ മാറിയ കണ്ടോ? ഈ പെങ്കൊച്ചു പറയുക, ഈ ജോസഫ് ഉണ്ടല്ലോ, ഞാനിവിടെ വെറുതെ നിന്നാ
എന്നെ തൊടാനും പിടിക്കാനും വന്നു. ഏറ്റവും അവസാനം ഞങ്ങൾ തമ്മിൽ വലിയ മൽപ്പിടുത്തമായി. എന്നെ വിട്ടേച്ച് പോടാന്നൊക്കെ പറഞ്ഞു. ആകെ വിഷയമായി. അവസാനം അവന്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എന്നെ ആകെ വല്ലാതെ വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടാക്കി. ഞാൻ കരഞ്ഞ് നിലവിളിച്ചോടി. അവനൊരു വൃത്തികെട്ടവനാ. പുതിയ കഥ. ആ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല ഇത്. സ്വത്രം ഉറപ്പാ ഇവളുടെ അപ്പനും അമ്മയും ആരെങ്കിലും ഒരാൾ മലയാളിയായിരിക്കും. സ്വത്രം. തമാശ പറഞ്ഞ കേട്ടോ, എന്നാ അതിനകത്ത് വലിയ ബോംബും ഉണ്ട്. സ്തോത്രം. കഥയുണ്ടാക്കുക. കഥ ഈയോ, എന്നാ കഥയായത്? അതെ, നമ്മൾ കഥ കേൾക്കണോ? അറിഞ്ഞായിരുന്നോ? എന്നാ കൊട്ടാരക്കരയിലെ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? എന്നാ ടിനുപ്പാസ കാര്യം വല്ലതും അറിഞ്ഞായിരുന്നോ? അറിയണ്ട, പുള്ളി രാവിലെ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാരുടെ പ്രശ്നം ഇതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ആ ദേവദാസൻ തങ്കു ബ്രദർ ഫ്ലൈറ്റിനകത്ത് വിമാനത്തിനകത്ത് പോയത് നീ അറിഞ്ഞായിരുന്നോ? പുള്ളി അതിനകത്ത് ഭയങ്കര അറിഞ്ഞായിരുന്നോ? ഇത് പറയുന്നത് കൊണ്ടാണ് നീ ഓർഡിനറി ബസ്സിൽ നിന്ന് ഇറങ്ങാത്ത. അല്ല, നീ എന്നേ വിമാനത്തിൽ കയറിയനെ. ഇതുവരെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചറിലല്ലാതെ വേറെ ഏതെങ്കിലും വണ്ടി കയറിയിട്ടുണ്ടോ? കഥ നിർത്ത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എൻ്റെ മക്കളെ, കണ്ടെങ്കിലേ കണ്ടെന്ന് പറയാവൂ. വ്യക്തമായി അറിഞ്ഞെങ്കിലേ അറിഞ്ഞെന്ന് പറയാവൂ. ഊഹാബോഹത്തിൽ ആരെയും വിധിക്കരുത്. കൈ കൊടുത്ത് പറഞ്ഞ ഒറ്റ വ്യക്തികളെ വിധിക്കരുത്. ഈ പെൺകൊച്ചൊരു കഥയുണ്ടാക്കി, അവിടെ മുഴുവൻ പബ്ലിസിറ്റി ആക്കി. അതാണ് ഞാൻ പറഞ്ഞ ഈ കൊച്ചു എന്തോ മലയാളി രക്തം ഇതിനകത്തുണ്ടെന്ന്. കാരണം നമ്മൾ കഥയുണ്ടാക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. കഥയുണ്ടാക്കി മനസ്സിൽ വെച്ച് ആ കഥ ധ്യാനിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ വേണ്ടില്ല. നമുക്ക് ഈ കഥ 10 പേരോട് കഥനകഥയായി പറയണം. എന്നാലേ നമുക്കൊരു സ്വസ്ഥതയുള്ളൂ. അവൾ അവിടെ മുഴുവൻ പബ്ലിസിറ്റി ആക്കി. ഈ പാവപ്പെട്ട ചെറുക്കൻ സഹോദരൻ, ഈ ദൈവദാസൻ മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. ഇനി നിങ്ങൾ കേട്ടോ, ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ ഒരു പാസ്റ്ററോ ഒരു സഹോദരനോ സഹോദരിയോ അയൽപക്കത്തുകാരനോ ആരെയെങ്കിലും കുറിച്ച് ആവശ്യമില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു കഥയുമായി നിങ്ങളുടെ അരികിൽ വരുന്നെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് പറയണം, ഞാൻ ആ പഴയ ആളല്ല, എനിക്ക് ആ കഥ കേൾക്കണമെന്ന് പറയണം. നമ്മുടെ സഭയിൽ 2011 മുതൽ കർത്താവ് എനിക്ക് നൽകിയ ഒരു 10 മുതൽ ദൈവം എനിക്ക് എന്നെ ഏൽപ്പിച്ച ഒരു വലിയ കാര്യമാണ്, ആരുടെയും കുറ്റം പറയരുത്, ആരുടെയും കുറ്റം കേൾക്കരുത്. ഒന്ന് പ്രാക്ടീസ് ചെയ്യോ? കൈ കൊടുത്ത് പറഞ്ഞ്, വെറുതെ അല്ലല്ലോ ജോസഫിനെ അനുഗ്രഹിച്ച്. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ ആത്മാവിൽ ഞാൻ ചിലരോട് പറയട്ടെ, നിങ്ങൾക്കെതിരെ ചില അപവാദ പ്രചരണങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ ബന്ധുക്കാരുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കർത്താവിനോട് പറയുന്നു. അമ്മായിയമ്മയോ അമ്മായിപ്പനോ സഹോദരങ്ങളോ അപ്പനോ അമ്മയോ നാട്ടുകാരോ സഹോദരങ്ങളോ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ വ്യക്തികളെ നോക്കി പറയുന്നു, ഒരു വലിയ അനുഗ്രഹം നിന്റെ മേൽ വരുന്നുണ്ട്. ഓ, വിശ്വസിക്കുന്നവരെ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഒരു വലിയ വിടുതൽ നിനക്ക് വരുന്നുണ്ട്, ഒരു വലിയ അനുഗ്രഹം വരുന്നുണ്ട്. മറ്റുള്ളവരുടെ കണ്ണ് തുറക്കുമാറ്, മറ്റുള്ളവന്റെ കണ്ണ് ചിമ്മുമാറ് ഒരു വിടുതൽ പരിശുദ്ധാത്മാവിന്റെ മേൽ അയക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. വായിക്കാം, കം ഓൺ റീഡ്. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തന്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. അതങ്ങ് വിശ്വസിച്ചു. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബത്തന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്ന്. നോക്കിയേ ആ വാക്കൊന്ന്. ഓ മൈ ഗോഡ്, ആ വാക്കൊന്ന് അടിവരയിടാം. ലോകം മുഴുവൻ ജോസഫിന് പ്രതികൂലമായിരുന്നപ്പോഴും ആ കൊട്ടാരത്തിലുള്ള സകല വ്യക്തികളും
അവന് വിരോധമായിരുന്നപ്പോഴും, ആ വാക്ക് കണ്ടോ, സകലരും പ്രതികൂലമായിരുന്നപ്പോഴും ദൈവം അവൻ അനുകൂലമായി കൂടെ നിന്നു. ഓ മൈ ഗോഡ്. യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. നീ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ പലരും നിന്റെ കൂടെ ഇരിക്കാൻ കാണും. നീ അധികാരത്തിൽ ഇരിക്കുമ്പോൾ പലരും നിന്റെ കൂടെ ചേർന്നിരിക്കാൻ കാണും. പക്ഷെ നീ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോഴും നിന്റെ കൂടെ ഇരിക്കാൻ വരുന്ന ആ കർത്താവിനെ ഇന്ന് പകൽ എത്ര പേർ കാണുന്നുണ്ട്? ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ആരോടൊക്കെയോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളുടെ നടുവിൽ ആരും വർത്തമാനം പറയാൻ പോലും വരാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ കൂടെ ഇരിക്കുന്ന യേശുവിനെ അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് പകൽ അവന് സ്തോത്രം ചെയ്താട്ടെ. വിശ്വസ്തനെ, എന്റെ വിശ്വസ്തയായ സഹോദരി, ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, വിശ്വാസത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ നാട്ടുകാരും പള്ളിക്കാരും കുടുംബക്കാരും നിന്നെ എതിർത്താലും, ഞാൻ ആത്മാവിൽ കണ്ടു പറയുന്നു, വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ അപ്പൻ നിന്നെ ശപിച്ചിട്ടുണ്ട്, അമ്മ നിന്നെ പ്രാഗിയിട്ടുണ്ട്, നിന്റെ ബന്ധുക്കാർ നിന്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറപ്പായിട്ട് പറയാം, ആ സമയത്ത് നിന്റെ കൂടെ ഇരിക്കുന്ന ആ വാക്ക് എത്ര പവർഫുൾ ആണ്. യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. ജോസഫിനോട് കൂടെ. ഈ ഒരൊറ്റ വാക്ക് മതി ഇന്നത്തെ മെസ്സേജ്. ആരും കൂടെ ഇല്ലാത്തപ്പോഴും കൂടെ ഇരിക്കുന്നവൻ, ആരും കൂടെ നടക്കാനില്ലാത്തപ്പോഴും കൂടെ നടക്കുന്നവൻ, ആരും സഹായിക്കാനില്ലാത്തപ്പോഴും എന്നെ സഹായിക്കുന്നവൻ, ആരും നിന്നെ കൂടെ ഇരിക്കാനില്ലെങ്കിലും നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും, നിന്റെ ജീവിതത്തിന്റെ എല്ലാ വേദനകളിലും, കാരാഗ്രഹത്തിനകത്ത് നീ ഒറ്റപ്പെട്ട് കിടക്കുന്ന വേളയിലും യഹോവ നിന്റെ കൂടെ ഇരിക്കും. കൈവിടാതെ നിന്റെ കൂടെ ഇരിക്കും. അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം? ആകയാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. കരങ്ങളടിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വായിച്ചാട്ടെ ദേവദാസ. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. നോക്കിയേ, ഇതെല്ലാം ദൂതായിരുന്നു, മുഴുവൻ പ്രവചനമാണ്. ഏറ്റെടുത്തോണം. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം. മോനെ, നിന്റെ മേളിലൊരു വിളിയുണ്ടോ? നിന്നെ ദൈവം വിളിച്ചിറങ്ങിയാണോ? ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു വിശ്വാസത്തിൽ വരുമെന്നോ ഇങ്ങനൊരു സഭയെ ആരാധിക്കുമെന്നോ ഞാൻ കരുതിയ വ്യക്തിയല്ല. ദൈവം എന്നെ കൊണ്ടുവന്നെന്ന് ഉറപ്പുള്ളവരൊന്ന് ആ കൈ നോക്കി ഞാൻ പ്രവചിക്കാൻ പോവാ. നിനക്ക് ദൈവമാണോ ദർശനം തന്നേ? ദൈവമാണോ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ? ഒരു കാരാഗ്രഹത്തിനും, ഒരു കാരാഗ്രഹ പ്രമാണിക്കും, ഒരു പൊട്ടക്കിണറിനും, ഒരു അസൂയക്കാരനും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കാം. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ ഈ കാരാഗ്രഹത്തിലാകുമ്പം ഈ അപവാദം എല്ലാം കേൾക്കുമ്പം മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രശ്നം ജോസഫിനും വരണം. ഡിപ്രഷൻ, നിരാശ. ഞാൻ വിശ്വസ്തനായി നിന്നിട്ട് എനിക്കിത് വന്നല്ലോ. ഞാൻ ഈ ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് നിന്നിട്ടും എനിക്കിത് വന്നല്ലോ. ഡിപ്രഷൻ. ഇന്ന് ചില ഡിപ്രഷൻ സ്പിരിറ്റുകൾ പുറത്തു വരാൻ പോവാ. ലിസൺ ടു മീ. എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ, എന്റെ കൂടെ ആരും ഇല്ലല്ലോ, ഞാൻ വിശ്വസ്തനായി നിന്നിട്ട് എല്ലാരും എന്നെ കൈവിട്ടല്ലോ. എടാ മണ്ടച്ചാരെ, നിന്റെ കൂടെ ഇരിക്കുന്നവനെ ഒന്ന് കാണാ. ഇന്ന് ചിലതിനെ ദൈവം ശക്തീകരിക്കുക. ദൈവത്തിന്റെ ബലം, ആത്മാവിന്റെ ബലം
നിന്റെ മേൽ വെളിപ്പെടുക. ജോസഫേ, നീ എന്താ ഡിപ്രഷൻ ആകാഞ്ഞേ? നീ എന്താ നിരാശനാകാഞ്ഞേ? നീ എന്താ സൈക്കാട്രിസ്റ്റിന് അടുക്ക പോഞ്ഞേ? ഒറ്റ വാക്കിൽ അവൻ പറയുന്ന മറുപടി ഇതായിരിക്കും: എനിക്ക് ഡിപ്രഷന്റെ ആവശ്യമില്ല, കാരണം ഒരു ദർശനം എന്റെ അകത്തുണ്ട്. എടാ, വാഗ്ദത്തമുള്ളവന് ഡിപ്രഷൻ ഇല്ല. ഞാൻ സഭയോട് പറയുന്നു, ഒരു വാഗ്ദത്തം നിന്റെ മേൽ ഉണ്ടെങ്കിൽ നിന്നെ ഒരു പിശാചിനെ തളയ്ക്കാൻ ഒക്കില്ല. ദൂതാണ് വാഗ്ദത്തമുള്ളവന്, ദർശനമുള്ളവന് ഡിപ്രഷൻ ഇല്ല. ഇസഹാക്കിനെയും കൊണ്ട് യാഗം കഴിക്കാൻ അബ്രഹാം മോറിയ മലയിലേക്ക് കയറി പോവുക. 100 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒറ്റ മോന ഇവനെ യാഗം കഴിക്കാൻ കൊണ്ടുപോവുക. അബ്രഹാമിന്റെ മുഖത്ത് ഡിപ്രഷൻ ഇല്ല, അബ്രഹാമിന്റെ മുഖത്ത് നിരാശയില്ല. എന്താണെന്നറിയാമോ? ദൂത് അകത്ത് കിടപ്പുണ്ട്. നിന്റെ സന്തതി ആകാശത്തിലെ നിന്നെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന ദൂത്. എടാ, ദൂതുള്ളവന് ഡിപ്രഷൻ ഇല്ല. ഇന്ന് പകൽ അവൻ ദൈവത്തെ ആരാധിക്കുക. വാഗ്ദത്തമുള്ളവന് നിരാശയില്ല. നാട്ടുകാർ ചോദിക്കും നിന്റെ ഭാവി എന്താകുമെന്ന്, കുടുംബക്കാർ ചോദിക്കും വയസ്സ് ഇത്ര ആയില്ലേ എന്ന്, കുടുംബക്കാർ ചോദിക്കും ഇത്രയും കൊല്ലമായി നീ ഇറങ്ങി തിരിച്ചിട്ട് നിനക്ക് എന്തോ കിട്ടിയെന്ന്. നിന്നെ അത് ഡിപ്രഷൻ ആകത്തില്ല, കാരണം നിന്റെ അകത്ത് അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തം. കാരാഗ്രഹത്തിന്റെ പ്രമാണിക്ക് ജോസഫിനോട് ദയ തോന്നി. അടി തരണ്ടവൻ ആഹാരം കൊടുത്തു. ഞാൻ ഇന്ന് ഈ ദൂത് ഞാൻ ആരുടെ മേളിൽ എറിയുന്നെന്ന് എനിക്കറിയത്തില്ല. നിന്നെ സഹായിക്കാൻ, നിന്നെ ഒന്ന് കരുതാൻ, നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം ചിലതിന്റെ മനസ്സിൽ ഇടപെടാൻ പോവാ. നോക്കിയേ, ചൂരച്ചെടിയുടെ മൂട്ടില് കെരീത്ത് തോട് പറ്റി ഇരിക്കുന്നു. ഒറ്റ റെസ്റ്റോറന്റ് അവിടെ ഇല്ല, അപ്പം ചൂടാൻ പാത്രമില്ല, ഇറച്ചി വെക്കാൻ മസാലയില്ല, ഒരു സാഹചര്യം എല്ലാം ബാഡാ. ചൂരച്ചെടിയുടെ ചുവട്ടിലിരിക്കുമ്പം മരത്തിന്റെ മുകളിൽ ഇരുന്ന ഒരു കാക്കയോട് ദൈവം ഇടപെടുക. തമ്പുരാൻ പല മനുഷ്യരോടും ഇടപെട്ട് കാണും. അവരൊക്കെ പറഞ്ഞു കാണും വേറെ പണിയില്ല, ഒറ്റ മനുഷ്യരും അങ്ങോട്ട് പോകാൻ റെഡിയല്ല. ഒരു കാക്കയോട് ദൈവം ഇടപെടുക. കാക്കയോട് തമ്പുരാൻ പറയുക, എന്റെ ഒരു ഭക്തൻ ഇപ്പൊ നിരാശപ്പെട്ടിരുന്നാലും ഇതൊക്കെ ആരോടൊക്കെ പറയുക കേട്ടോ. ഇപ്പൊ അവൻ ഇച്ചിരി നിരാശപ്പെട്ട ഇരിക്കുന്നെങ്കിലും അവൻ എന്റെ കുഞ്ഞാ. അവൻ എന്റെ കുഞ്ഞാ. കൃത്യസമയമാകുമ്പം അവന് വേണ്ടുന്ന അപ്പോ ഇറച്ചിയും നീ കൊണ്ട് കൊടുക്കണം. കാരാഗൃഹ പ്രമാണിയുടെ മനസ്സിനോട് ഇടപെട്ടവന് കാക്കയോട് ഇടപെടാൻ പറ്റി. ദൈവം ആരോടാ ഇടപെടുന്നതെന്ന് നിനക്ക് പ്രവചിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്റെ പപ്പായുടെ മൂത്ത ജ്യേഷ്ഠൻ 38 വർഷമായി അമേരിക്കയിലാണ്. അദ്ദേഹം അമേരിക്കയിൽ കുടുംബമായി പോയ സമയത്ത് അദ്ദേഹത്തോട് എന്റെ വല്യപ്പച്ചനും വല്യമ്മച്ച ഒരു 10 മക്കളാ, ബാക്കി 9 പേരുണ്ട്. അവരെല്ലാം കൊണ്ടുപോയെന്ന് രക്ഷപ്പെടുത്തണമെന്ന് കാല് പിടിച്ചു പറഞ്ഞു. ആരെയും കൊണ്ടുപോയില്ല പുള്ളി. എന്റെ അമ്മ, എന്റെ ജ്യേഷ്ഠന്മാർ 2 പേരും നല്ല പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയപ്പം ആ വ്യക്തിയോട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തം തീർന്നു, എന്റെ കുഞ്ഞുങ്ങളെ അമേരിക്കയിൽ ഒന്ന് കൊണ്ടുപോകണം, അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. പുള്ളി ഒരു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയില്ല. 39 വർഷം അദ്ദേഹം US-ലായിരുന്നു. അന്ന് പഠിക്കാൻ മണ്ടൻ ഞാനായിരുന്നു, ഏറ്റവും ഇളയ പുത്രൻ ഞാനായിരുന്നു. പക്ഷേ
ഞാൻ പറയട്ടെ, ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നെ നോക്കിയേ, ഞാൻ വിശ്വാസി വന്നപ്പോഴും എൻ്റെ അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാലും ആരും നമ്മളെ രക്ഷപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞു, അമ്മേ, രക്ഷപ്പെടുത്തുന്നവനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇന്നലെ എൻ്റെ അമ്മ എൻ്റെ കട്ടിലിന്റെ അരികിൽ വന്നിരുന്ന് കരഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുവാ, എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകണമെന്ന് പലരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ മോൻ തിരുവനന്തപുരത്ത് പോകുന്ന പോലെ അമേരിക്ക പോയിട്ട് വരുന്നേ. ഹല്ലേലൂയ. എടാ മോനെ, നിന്റെ ഭാവി ആര് കണ്ടിട്ടില്ല കൊച്ചേ. നീ കർത്താവിന് വേണ്ടി നിൽക്കടാ. എന്റെ സഹോദരൻ, നീ കർത്താവിന് വേണ്ടി നിൽക്ക. മോളെ, നീ ദൈവത്തിന് വേണ്ടി നിൽക്ക. നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. വായിക്കാം. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതൊരു ഭയങ്കര അഭിഷേകമാണ്. ഈ പുള്ളി എവിടെ ചെന്നാലും ലീഡറാ. ഇതാണ്ടൊരു ദർശനം അകത്തുണ്ടെങ്കിൽ. പുള്ളി കൊട്ടാരത്തിൽ വന്നപ്പോ അവിടുത്തെ നേതാവായി. ആയതല്ല, ആക്കിയതാ. ഞാനൊരു സത്യം പറയാം, അങ്ങനൊരു വിളി, അങ്ങനൊരു അഭിഷേകം, ആ നിലയിലൊരു വിശ്വസ്തത. വിശ്വസ്തനാണോ നീ? ഇതങ്ങ് ഇൻവെർട്ടക്കോമായിട്ട് എഴുതി വെച്ചോ. വിശ്വസ്തനാണോ നീ? നിന്നെ ആരും ആക്കണ്ട, ദൈവം ആക്കും. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യത്തെ ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയുക. കാരാഗ്രഹത്തിന്റെ ലീഡർഷിപ്പ് ജോസഫിന്റെ കയ്യിൽ വന്നു. പിന്നെ എന്നാ സംഭവിച്ചത്? അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോടുകൂടെ ഇരുന്ന്. പിന്നെയും പറയുന്നു, യഹോവ അവനോട് കൂടിരുന്നു. അവൻ ചെയ്തതൊക്കെയും സബലമാകുകൊണ്ട്. കണ്ടോ ദൈവം കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ഇതാ. അവൻ ചുമ്മാ എറിഞ്ഞാലും പോയിക്കൊള്ളും. എന്നിട്ട് ആൾക്കാർ അവനോട് ചോദിക്കും, 10-30 കൊല്ലമായി എറിയാൻ തുടങ്ങിയിട്ടല്ലയോ? അവനെ അറിയത്തുള്ളൂ, ഇന്ന് ആദ്യം എറിഞ്ഞാന്ന്. കാരണം അവന്റെ ഫോട്ടോസ്റ്റാറ്റ് വേറെ കാണത്തില്ല. ദൈവം അവന്റെ കൂടെ ഇരുന്നോണ്ട്, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവൻ തൊട്ടതിലെല്ലാം അനുഗ്രഹം. എത്ര പേര് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു അനുഗ്രഹം? ഒന്നും ചെയ്യേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവത്തിന്റെ മുമ്പിലും പരിശുദ്ധാത്മാവിന്റെ മുമ്പിലും കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിലും ദൈവസഭയിലും നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. വേറെ ഒന്നും ജോസഫ് ചെയ്തതായി കാണുന്നില്ല. അടുത്ത വാക്യം വായിക്കാം. അവൻ ചെയ്തതൊക്കെ സബലമാകുകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കി. കൊട്ടാരത്തിൽ വിശ്വസ്തനായിരുന്നവൻ കാരാഗ്രഹത്തിലും വിശ്വസ്തനാണ്. ഈ വിശ്വസ്തത എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്റെ ഭാഷയിൽ പറഞ്ഞ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സാധനം. ഹലോ, ചില വീടിന്റെ മുമ്പിൽ ചെന്നാൽ എഴുതി വെച്ചിട്ടുണ്ട്, പട്ടി കടിക്കും സൂക്ഷിക്കുക. എന്താ? അല്ല, അങ്ങോട്ട് ഇങ്ങോട്ട് വരല്ലേ, പട്ടിയെ കെട്ടിയിട്ടില്ലേ, പട്ടിയെ കെട്ടിയിട്ട് കയറി വന്നാൽ മതി. എന്താ വീട്ടുകാരത് പറയുന്നതിന് കാരണം? അത് ഇത് കടിക്കുമെന്ന് വീട്ടുകാർക്ക് എങ്ങനെ അറിയാം? മുമ്പ് ആർക്കോ പണി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കടിച്ച പട്ടി പിന്നെയും കടിക്കും. ഒരു പ്രാവശ്യം അവിശ്വസ്തത കാണിച്ചവൻ മടങ്ങി വന്നില്ലെങ്കിൽ അവനത് കാണിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു പ്രാവശ്യം ഒരു വിശ്വസ്തത മനഃപൂർവ്വമായി ചെയ്തവൻ പിന്നെ വിശ്വസ്തനായി മാറിക്കൊണ്ടേയിരിക്കും. മനഃപൂർവ്വമായി വിശ്വസ്തരായാൽ എന്നാ ഗുണം? ഫെയ്ത്ത്ഫുൾ ആയിക്കൊണ്ടേയിരിക്കും പിന്നീട് എല്ലാ കാര്യത്തിലും.
വായിക്കാം ദൈവാസ, വായിക്കാം, വേഗത്തിൽ അവസാനിപ്പിക്കാം. അനന്തരം മിസ്രൈം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രൈം രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ 2 ഉദ്യോഗസ്ഥരോട് കോപിച്ചു. അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസെഫ് ബദ്ധനായി കിടന്ന കാരാഗൃഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസെഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. മിസ്രൈം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരുന്ന 2 പേരും ഒരു രാത്രി തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസെഫ് അവർ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസെഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറയുക എന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസെഫിനെ തന്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത്, എന്റെ സ്വപ്നത്തിൽ ഇതാ എന്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി, മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, അത് തളിർത്തു, പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോന്റെ പാനപാത്രം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ച് ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു ഫറവോന്റെ കയ്യിൽ കൊടുത്തു. യോസെഫ് അവനോട് പറഞ്ഞത്, അതിന്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ് 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്ര വാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. അഭിഷേകം ഉള്ളവനായി ജയിലിൽ കിടക്കുന്നേ, ദർശനം കണ്ടിട്ടുള്ളവനും ദർശന വ്യാഖ്യാനം കിട്ടിയിട്ടുള്ളവനുമേ ദർശനത്തെ വ്യാഖ്യാനിക്കാൻ പറ്റൂ. ഞാൻ പറയാറുണ്ട്, ഒരു അപ്പോസ്തലനെ എഴുന്നേൽപ്പിക്കാൻ ഒക്കും, ഒരു പാസ്റ്ററിനെ എഴുന്നേൽപ്പിക്കാൻ ഒക്കും. സ്തോത്രം. എന്താണ് അവൻ കണ്ട ദർശനം? ഇറ്റ്സ് വെരി പവർഫുൾ. നമ്മുടെ ആൾക്കാരൊക്കെ ദർശനം കാണാറുണ്ട്. കണ്ണടച്ചപ്പോ ഇരുട്ട് കണ്ടു. ചിലർ യോഗമൊക്കെ കഴിയുമ്പോൾ എൻ്റെ അടുക്ക് വരും, പാസ്റ്ററേ ഞാനൊരു ഭയങ്കര ദർശനം കണ്ടു. ഈ ദർശനമായിട്ട് വരുന്ന വ്യക്തിയെ കണ്ണയിലോട്ട് നോക്കുമ്പോഴേ എനിക്കറിയാം ഞങ്ങളൊന്നല്ല, ഞങ്ങൾ പലരാണ്. കണ്ണെ നോക്കുമ്പോഴേ അറിയാം. ചിലര് കറക്റ്റ് വെളിപ്പാട് പറയും. എനിക്ക് അങ്ങനെയുള്ളവരെ കൃത്യം ദർശനം വെളിപ്പാട് പറയും. ചിലർ അറിവിനകത്തെന്ന് പറയും. ഇതെല്ലാം ഈ ജോസഫിനെ പോലുള്ള ഈ പാസ്റ്റർമാരരികിലാണ് വ്യാഖ്യാനിക്കാൻ കൊണ്ടുവരുന്നത്. അവർ പറയണം എന്തുവാ കണ്ടേന്ന്. ഒരു സഭയിൽ ഒരു പാസ്റ്റർ ചാർജ് എടുത്തു, നല്ല മിടുക്കനായ ഒരു പാസ്റ്റർ. ആ സഭയിൽ സ്ഥിരം വെളിപ്പാട് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിക്ക് അറിയത്തില്ലെങ്കിൽ പിള്ളേർ സെറ്റെല്ലാം വിളിക്കുന്ന വെളിപ്പാടമ്മാമയെന്ന്. ഇവരാണ് ആ സഭയിൽ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും. അച്ചായൻ ഗൾഫില, ഭയങ്കര വെളിപ്പാടാ. ഈ വരുന്ന പാസ്റ്റർമാരെല്ലാം ഈ സഹോദരി പറയുന്ന വെളിപ്പാട് വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനിച്ചില്ലേ പ്രശ്നമാണ്. സെൻറ്ററിൽ കൊണ്ട് എഴുത്ത് കൊടുക്കും. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. നിങ്ങൾ സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുന്ന എഴുത്ത് ഞാൻ എടുത്ത് കീറിക്കളയും. സ്തോത്രം. നല്ല എഴുത്തൊക്കെ നമ്മൾ പ്രാക്ടിക്കലാക്കും. സ്തോത്രം. ഇവിടുത്തെ സെന്റർ എന്ന് പറയുന്നത് യേശുവാണ്. നമുക്ക് മീതെ AC ഉണ്ട്, INA ഉണ്ട്, ദൈവദാസന്മാരുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ആവശ്യമില്ലാത്ത വെളിപ്പാടിനൊന്നും കൂട്ട് നിൽക്കാൻ എനിക്ക് വെളിവുകേടൊന്നുമില്ല. ഈ പുതിയ ദൈവദാസൻ ആ ചർച്ചിൽ ചാർജ് എടുത്തപ്പോ ഈ സഹോദരി ചാടി എഴുന്നേറ്റു പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ ഒരു ദർശനം കണ്ടു. ഇങ്ങനെയൊക്കെയാക്കും. സ്തോത്രം. പാസ്റ്റർ ചോദിച്ചു, എന്താ പറഞ്ഞാട്ടെ. ഒരു വലിയ പ്ലാവ്, അതിൽ നിന്നൊരു വലിയ ചക്ക താഴോട്ട് വന്ന് വീഴുന്നു. പാസ്റ്റർ പറയണത് എന്തോ സംഭവം. പാസ്റ്റർ ഇത് പറഞ്ഞില്ലേ, പുള്ളിക്ക് ട്രാൻസ്ഫറാ. ഇങ്ങനൊരു മിടുക്കനാ, നല്ല കഴിവുള്ളൊരു ദൈവാസൻ. ആ പുള്ളി പറഞ്ഞു, ഞാൻ വ്യാഖ്യാനിക്കാം, അത് നമ്മുടെ സഭയെക്കുറിച്ചാന്ന് പറഞ്ഞു. നമ്മുടെ സഭയെക്കുറിച്ചാ സഹോദരി കണ്ടെന്ന് പറഞ്ഞു. ഈ വലിയ പ്ലാവ് ലോകമാകുന്ന പ്ലാവ്, അതിനകത്ത് നിൽക്കുന്ന ഈ ചക്ക നമ്മുടെ സഭയാകുന്ന ചക്ക.
അതിനകത്തിരിക്കുന്ന ചവണി ഇവിടുത്തെ സൺഡേ സ്കൂൾ പിള്ളേര്, അതിന്റെ നല്ല ചൊള ഇവിടുത്തെ നല്ല വിശ്വാസികൾ, പിന്നെ അതിനകത്തെ ചക്കക്കുരു ഇവിടുത്തെ യൂത്ത്. പിടിച്ചാ തെന്നിപ്പോവും, കിട്ടുകയില്ല യൂത്ത്. അതിന്റെ ചക്കക്കുരു ഇവിടുത്തെ യൂത്ത്, അതിന്റെ കൂഞ്ഞ് പുറകെ ഒരു പണിയില്ലാതിരിക്കുന്ന അച്ചായൻ, പിന്നെ അതിന്റെ പുറത്ത് കാണുന്ന മുള്ള് ഈ വെളിപ്പാട് പറഞ്ഞ സഹോദരി ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് സാറന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഐറ്റം കൊണ്ടൊന്നും ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ ഇതൊന്നും എടുക്കുകയില്ല. ഉള്ളതാണെന്ന് ഞങ്ങൾക്ക് അറിയാം. സ്വന്തം ഈ മനുഷ്യനൊരു സ്വപ്നം കണ്ടു, ദർശനം കണ്ടു. ആ ദർശനം ജോസഫ് വ്യാഖ്യാനിച്ചു. കണ്ടോ, ദൈവം ഒരുക്കുന്ന വഴികളായതല്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവന്റെ അവസ്ഥകൾക്ക് മുഴുവൻ മാറ്റം വന്നു. ഇനി പാസ്റ്റേ വരിക 42-ാം അധ്യായത്തിലേക്ക് വരിക. 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? ഇതിനിടയിൽ ജോസഫ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വന്നു. ദൈവം അവനെ മിസ്രൈമിലെ മന്ത്രിയാക്കി. പ്രതികൂലം പരാജയമല്ല, മന്ത്രിയാക്കി. ഈ സമയത്ത് തന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ, താൻ മരിച്ചു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത, താൻ പരാജയപ്പെട്ടു എന്ന് പ്രചരിപ്പിച്ച തന്റെ സഹോദരങ്ങൾക്കും അപ്പനുമെല്ലാം വലിയ ക്ഷാമം ഉണ്ടായി. ആ ക്ഷാമകാലത്ത് അവര് മനസ്സിലാക്കി ഗോതമ്പുള്ളത് മിസ്രൈമി മാത്രമാണ്. ഇപ്പൊ അവിടുത്തെ മന്ത്രി ആരാ? ജോസഫാണ്. ഈ ജോസഫിനെയാണ് അവന്റെ സഹോദരങ്ങൾ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ഇട്ട് അവൻ മരിച്ചു എന്ന വാർത്ത പ്രചരിപ്പിച്ച് മിസ്രൈമർക്ക് അവർ അടിമയായി വിറ്റത്. ഇനി നിങ്ങൾ കേട്ടോണം, ഇവരൊരിക്കലും അറിയുന്നില്ല, ഈ സഹോദരങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല ജോസഫാണ് ഇപ്പൊ മിസ്രൈമിലെ കൊട്ടാരത്തിലെ മന്ത്രി എന്ന്. ഗോതമ്പ് മേടിക്കാൻ ക്ഷാമകാലത്ത് അപ്പനും സഹോദരങ്ങളും ദൂരത്തുനിന്ന് വരുന്ന കാഴ്ച, മന്ത്രിയുടെ പടച്ചട്ട അണിഞ്ഞ് വസ്ത്രം ധരിച്ച് ഭൂമുഖത്ത് നിൽക്കുന്ന ജോസഫ് കണ്ടു. അവന്റെ സഹോദരനായ ബെന്യാമീനും അവന്റെ സഹോദരങ്ങളുമെല്ലാം അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് അവൻ തീർന്നു എന്ന് പ്രചരിപ്പിച്ചവർ അവന്റെ അരികിൽ ആഹാരത്തിനായി വരുന്ന കാഴ്ച അവൻ ഭൂമുഖത്ത് നിന്ന് കണ്ടു. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ലോകം മുഴുവൻ നിങ്ങളെ തള്ളിയാലും ദൈവം നിങ്ങളെ തള്ളിയില്ലെങ്കിൽ ഇത് മാറി മറിയും. ഈ ചരിത്രങ്ങൾ മാറി മറിയും, ഈ അവസ്ഥകൾ മാറി മറിയും. അവന്റെ സഹോദരങ്ങൾ ആ കാഴ്ച ദൂരത്ത് നിന്ന് കണ്ടു. ഹല്ലേലൂയ. മിസ്രൈമിലെ കൊട്ടാരത്തിനകത്ത് അവർ ഗോതമ്പും ധാന്യങ്ങളും വാങ്ങുവാൻ വന്നപ്പോൾ ജോസഫിന് സഹിക്കാൻ കഴിഞ്ഞില്ലത്. ഇന്ന് പകൽ ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. നീ വിശ്വസ്തനാണോ? കൊട്ടാരത്തിൽ നീ വിശ്വസ്തനാണോ? കാരാഗൃഹത്തിൽ നീ വിശ്വസ്തനാണോ? നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നിടത്തും നിർത്തിയിരിക്കുന്നിടത്തും നീ വിശ്വസ്തനാണോ? ബ്രദറെ സിസ്റ്ററെ, ആരും നിന്നെ ഉയർത്തണ്ട. ലോകം കാണിയ ഒരു മാന്യത നിനക്കുണ്ട്.